Hello guys, welcome to Cooking Diaries. ഹായ് ഓൾ, വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ ഈദ് പ്രോഗ്രാമിൻ്റെ വീഡിയോ ഒക്കെ എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ പെരുന്നാളിൻ്റെ അന്നത്തെ സ്പെഷ്യൽ റെസിപ്പീസ് ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പം എല്ലാം കൂടെ ഒരു വീഡിയോ ആക്കിയാൽ ഒരുപാട് ലെങ്തി ആയി പോകുമെന്ന് വിചാരിച്ചിട്ടാണ് ഈ റെസിപ്പീസ് സെപ്പറേറ്റ് ആയി ഇടുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് തന്നെ കണ്ടു നോക്കുക. കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, കൂടെ തന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ഒരു വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. പിന്നെ നമുക്ക് റെസിപ്പീസ് ഓരോന്നായിട്ട് കണ്ടു നോക്കാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഫ്രൂട്ട് സലാഡാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബോട്ടിൽ മിൽക്ക് എടുത്തിട്ടുണ്ട്. ഇപ്പം 1.25 ലിറ്റർ മിൽക്കാണ് ഇതിൽ വരുന്നത്. ആദ്യം തന്നെ നമുക്കിതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് ഈ പാല് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പം പാല് ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ തന്നെ നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് പാലെടുത്തിട്ട് കസ്റ്റേർഡ് പൗഡർ മിക്സ് ചെയ്തെടുക്കണം. 7 ടേബിൾ സ്പൂണ് കസ്റ്റേർഡ് പൗഡറാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പം നമ്മൾ 1/2 ലിറ്റർ പാല് വെച്ചിട്ടാണ് ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂണ് കസ്റ്റേർഡ് പൗഡർ. അപ്പോൾ ഞാനിവിടെ 1.25 ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത് പറഞ്ഞല്ലോ. അപ്പോൾ അതിലേക്ക് 7 ടേബിൾ സ്പൂണ് കസ്റ്റേർഡ് പൗഡറാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഇപ്പം ഇതിലേക്ക് ചെറുതായിട്ടൊന്ന് ചൂടായ കുറച്ച് പാല് ചേർത്തിട്ട് നന്നായിട്ട് കട്ടയൊന്നും ഇല്ലാണ്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ 2 ലിറ്റർ പാല് വെച്ചിട്ടാണ് ഈ ഒരു ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് 8 ടേബിൾ സ്പൂണ് കസ്റ്റേർഡ് പൗഡർ എടുക്കാം കേട്ടോ. നന്നായിട്ട് കട്ടയൊന്നും ഇല്ലാണ്ട് മിക്സ് ചെയ്തെടുത്താൽ അത് നമുക്കവിടെ മാറ്റി വെക്കാം. ഇനിയിപ്പോൾ ബാക്കിയുള്ള പാല് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഇതിലേക്ക് മധുരത്തിന് പാകത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 14 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. 14 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് പാകത്തിനുള്ള മധുരം ഉണ്ടാവും. അത് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂടുതൽ മധുരം വേണമെങ്കിൽ കൂട്ടുകയോ അല്ലെങ്കിൽ കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. പിന്നെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ അളവിൽ വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ചേർത്ത് കൊടുത്ത പഞ്ചസാരയൊക്കെ മെൽറ്റായി വന്നാൽ പിന്നെ നമുക്ക് നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള കസ്റ്റേർഡ് മിക്സ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നന്നായിട്ട് ഇതേപോലെ ഒന്ന് ഇളക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ കേട്ടോ. അല്ലെങ്കിൽ അടിഭാഗത്ത് അത് കട്ടയായി ഇങ്ങനെ നിൽക്കാവും. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ കസ്റ്റേർഡ് പൗഡർ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. കസ്റ്റേർഡ് പൗഡർ ചേർത്ത് കൊടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ തിക്കായിട്ട് വരും. ലോ ഫ്ലെയിമിലാക്കിയിട്ട് കസ്റ്റേർഡ് മിക്സ് മുഴുവനായിട്ട് ചേർത്ത് കൊടുത്താൽ പിന്നെ നമുക്കിത് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നത് വരെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കാം. ഒരുപാട് തിക്കാക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഈ ഒരു കൺസിസ്റ്റൻസിയിലാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇത് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഇത് തണുത്ത് വരുന്ന ആ ഒരു സമയം കൊണ്ട് നമുക്കിതിലേക്ക് ആവശ്യമുള്ള ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് 2 റോബസ്റ്റ പഴം എടുത്തിട്ടുണ്ട്. പിന്നെ മുന്തിരി 2 കളേഴ്സ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഗ്രീനും ബ്ലാക്കും എടുത്തിട്ടുണ്ട്. പിന്നെ ആപ്പിൾ, ഇത്രയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്ത സമയം കൊണ്ട് തന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു കസ്റ്റേർഡ് മിക്സ് റൂം ടെമ്പറേച്ചറിലായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇപ്പോൾ അത് മുഴുവനായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഫ്രൂട്ട്സും കസ്റ്റേർഡൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ ഇത് നമുക്ക് തണുക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. അപ്പം ഫ്രീസറിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. താഴെ വെച്ചാൽ 2 മണിക്കൂർ കൊണ്ടൊക്കെ നമുക്ക് നന്നായിട്ട് തണുത്ത് സെറ്റായി കിട്ടും. അപ്പം അത് തണുത്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള ഐറ്റംസൊക്കെ റെഡിയാക്കി എടുക്കാം. ഫ്രൂട്ട് സലാഡ് ഫ്രിഡ്ജിലേക്ക് മാറ്റിയിട്ട് പിന്നെ ഞാൻ ബീഫ് ഫ്രൈ ആണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 കിലോ ബീഫ് കുറച്ചൊക്കെ വലിയ പീസായി കട്ട് ചെയ്തെടുത്തിട്ട് കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ വാർത്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഈ ബീഫ് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ബീഫ് ഞാനൊരു കുക്കറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം കൂടുതലായിട്ടൊന്നും ചേർക്കണില്ല. ഉപ്പും മഞ്ഞൾപ്പൊടി മുളക് പൊടിയാണ് ചേർക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു 6 ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ചേർത്തിട്ടുള്ളത് കാശ്മീരി മുളക് പൊടിയാണ്. പിന്നെ ചെറിയ സ്പൂൺ ആയതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ കൂടുതൽ ചേർത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ വലിയ സ്പൂൺ എടുക്കുകയാണെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂണൊക്കെ മതി.
പിന്നെ പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്ക് ബീഫ് വേവിച്ചെടുക്കാം. അപ്പം കുക്കർ ക്ലോസ് ചെയ്തിട്ട് ആദ്യത്തെ ഒരു വിസിൽ വരുന്നത് വരെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് പിന്നെ ഫ്ലെയിം കുറച്ച് വെച്ചിട്ടാണ് കേട്ടോ വേവിച്ചെടുക്കുന്നത്. വേവിച്ചെടുത്ത ബീഫ് പിന്നെ ചൂടാറിയിട്ട് ഞാനിതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് ഐറ്റംസ് കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്, എന്നിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പം ആദ്യം തന്നെ 2 ടീസ്പൂൺ അളവിൽ വെളുത്തുള്ളി ചതച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ 1 ടീസ്പൂൺ അളവിൽ ഇഞ്ചി ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് 3 ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കണം. പിന്നെ 1/2 ടേബിൾ സ്പൂൺ അളവിൽ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തുകൊണ്ട് തന്നെ കുരുമുളക് പൊടി കുറച്ചധികം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ അളവിൽ വലിയ ജീരകം പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ പിന്നെ ഇത് നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റാം കേട്ടോ. അപ്പോൾ ഒരു 1 അവർ നന്നായിട്ട് മസാലയ്ക്കൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അങ്ങനെ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് പിന്നെ ബീഫ് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എണ്ണ നന്നായിട്ട് ചൂടായി വന്നാൽ പിന്നെ ഫ്ലെയിം കുറച്ചിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ബീഫ് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ബീഫ് നമ്മൾ ഓൾറെഡി കുക്ക് ചെയ്തെടുത്തുകൊണ്ട് തന്നെ ഒരുപാട് സമയം വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഒരുപാട് സമയം നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ ബീഫ് നന്നായിട്ട് ഹാർഡാവും. പിന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിരുന്ന ബീഫ് മുഴുവനായിട്ട് ഒറ്റ സമയം തന്നെ ചേർത്ത് കൊടുക്കല്ല കേട്ടോ. കുറച്ചായിട്ടാണ് ചേർത്ത് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ബീഫിൻ്റെ പുറം ഭാഗമൊക്കെ ഈ ഒരു കളറിലാവുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ ഒരുപാട് സമയം എണ്ണയിൽ ഇങ്ങനെ ഫ്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഹാർഡായിട്ട് കഴിക്കുമ്പം അത്രയ്ക്ക് അങ്ങോട്ട് ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ബീഫ് ഓൾറെഡി കുക്ക് ചെയ്തെടുത്തായതുകൊണ്ട് തന്നെ പുറം ഭാഗം ഒന്ന് ഫ്രൈ ആയി കിട്ടിയാൽ മതി. അപ്പോഴാണ് നമ്മൾ കഴിക്കുമ്പം ഉള്ളിൽ നല്ല സോഫ്റ്റായിട്ടും പുറത്ത് ക്രിസ്പി ആയിട്ടും ഉണ്ടാവുക. അപ്പോൾ ഇതാ ഞാൻ ഇതൊക്കെ ഫുള്ളായിട്ട് എണ്ണയിൽ നിന്ന് കോരി മാറ്റുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഇതേപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ ഇതാ ബീഫ് നമ്മൾ ഫുള്ളായിട്ട് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പം അവസാനത്തെ ഈ ഒരു ബീഫിൻ്റെ കൂടെ നമ്മൾ കുറച്ച് ഐറ്റംസ് കൂടെ ചേർത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ആദ്യം തന്നെ ഞാൻ കുറച്ചധികം കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അപ്പം പച്ചമുളക് ഇങ്ങനെ പകുതി വരെ 2ആയിട്ട് മുറിച്ചിട്ട് അങ്ങനെയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ബീഫിൻ്റെ കൂടെ ഇട്ട് ഫ്രൈ ചെയ്ത ഈ ഒരു പച്ചമുളക് നമ്മൾ ഫുഡ് കഴിക്കുന്ന സമയത്ത് ഇടയ്ക്കൊന്നിങ്ങനെ കടിക്കുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആവും കേട്ടോ. ഇപ്പോൾ ഇതാ പച്ചമുളകും കറിവേപ്പിലയും എല്ലാം ഫ്രൈ ആയിട്ടുണ്ട്. ഇനിയിപ്പം ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അങ്ങനെ ഇതാ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് ഫ്രൈയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ബിരിയാണിയാണ് ഉണ്ടാക്കാനുള്ളത്. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന സമയത്ത് ഇതേപോലെ ഒന്ന് കഴിഞ്ഞ് ഒന്ന് അങ്ങനെയൊന്നും അല്ല കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. എല്ലാം കൂടെ അങ്ങനെ ഒരുമിച്ചിട്ടായിരുന്നു. ഇതിപ്പം എഡിറ്റ് ചെയ്യുന്ന സമയത്ത് അങ്ങനെ ഓർഡറിലാക്കിയതാണ്. അപ്പോൾ ഇനി നമുക്ക് ബിരിയാണി ഉണ്ടാക്കാം. ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മസാല ഉണ്ടാക്കുന്ന പാത്രത്തിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലും പിന്നെ കുറച്ച് ബട്ടറും കൂടെ ചേർത്തിട്ട് 4 സവാളയും പിന്നെ കുറച്ച് ക്യാഷ്യൂനട്ടും കിസ്മിസും പിന്നെ ഒരു ക്യാരറ്റും ഇത്രയും നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്നും ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ കാണിച്ചിട്ടില്ല കേട്ടോ. അതൊക്കെ എല്ലാവർക്കും ഈസി ആയിട്ട് അറിയുന്ന കാര്യമല്ലേ. അപ്പം അതൊക്കെ നമ്മൾ പല വീഡിയോസിലായിട്ട് ഒരുപാട് പ്രാവശ്യം കാണിച്ചതാണ്. അപ്പം അതൊന്നും ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടില്ല. ഇനിയിപ്പോൾ നമുക്ക് അതേ ഓയിലിലേക്ക് തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള 8 സവാള ചേർത്ത് കൊടുക്കാം. സവാള പെട്ടെന്നൊന്ന് വഴണ്ടി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ 12 സവാളയാണ് കേട്ടോ മൊത്തത്തിൽ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിന് 4 സവാള എടുത്തിട്ടാണ് നമ്മൾ ആദ്യം ഫ്രൈ ചെയ്തെടുത്തത്.
അത് നമുക്ക് ബിരിയാണി ദം ചെയ്യുന്ന സമയത്ത് ഇട്ട് കൊടുക്കാനും പിന്നെ ലാസ്റ്റ് സെർവ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ഗാർണിഷിങ്ങിനൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ബിരിയാണി ഉണ്ടാക്കുന്ന സമയത്ത് എപ്പോഴും സവാള നന്നായിട്ട് വഴണ്ട് വരണം കേട്ടോ. അപ്പോഴാണ് നമ്മുടെ ബിരിയാണി നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ അതാ സവാളയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത്രയും ഐറ്റംസ് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി, വെളുത്തുള്ളിയും പച്ചമുളകും ഒരുമിച്ച് ചതച്ചെടുത്തിട്ടില്ല കേട്ടോ. നമ്മളിത് ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് അങ്ങനെ ചതച്ച് വെച്ചതായിരുന്നു. അപ്പോൾ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് 6 ടേബിൾ സ്പൂൺ അളവിൽ വെളുത്തുള്ളി ചതച്ചതും പിന്നെ 4 ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി ചതച്ചതുമാണ്. പിന്നെ പച്ചമുളക് നമ്മളെടുക്കുന്ന മുളകിൻ്റെ എരിവിനനുസരിച്ചിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളെടുക്കുന്ന മുളക് നല്ല എരിവുള്ള മുളകൊക്കെ ആണെങ്കിൽ അപ്പം കൂടുതലൊന്നും വേണ്ടി വരില്ല. പിന്നെ മസാല നമുക്ക് എത്രത്തോളം എരിവ് വേണോ അതിനനുസരിച്ചിട്ട് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പം പച്ചമുളകിൻ്റെയും കുരുമുളകിൻ്റെയും എരിവാണ് നമ്മൾ ഈ ഒരു മസാലയിൽ കൂടുതലായിട്ട് ഇടുന്നത്. മുളക് പൊടി നമ്മളിതിലേക്ക് തീരെ ചേർത്ത് കൊടുക്കണില്ല. നോക്കിയിട്ട് പച്ചമുളക് നമുക്ക് എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. അതാ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ആ ഒരു ഇഞ്ചിൻ്റെയും വെളുത്തുള്ളിൻ്റെയൊക്കെ റോ ടേസ്റ്റ് ഒന്ന് മാറി വരുന്നവരെ നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ അതാ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതാ തക്കാളി മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനിവിടെ 7 തക്കാളിയാണ് എടുത്തിരുന്നത്. തക്കാളി ഇതേപോലെ നമ്മളെടുക്കുന്ന തക്കാളിൻ്റെ സൈസിനും പുളിക്കൊക്കെ അനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് പിന്നെ അടച്ച് വെച്ചിട്ട് നമുക്ക് തക്കാളി നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ അത് കുറച്ച് സമയമായിട്ടുണ്ട് കേട്ടോ. തക്കാളി എന്തായി എന്നുള്ളത് നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ അത് തക്കാളി നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ 1 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ വലിയ ജീരകം പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. പിന്നെ 2 ടേബിൾ സ്പൂൺ അളവിൽ ബിരിയാണി മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് കുരുമുളക് പൊടിയാണ്. നമ്മൾ ചേർത്ത് കൊടുത്ത പച്ചമുളകിൻ്റെയൊക്കെ എരിവൊക്കെ നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് കുരുമുളക് പൊടി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. പൊടികളൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് അതിൻ്റെ ആ ഒരു റോ ടേസ്റ്റൊക്കെ ഒന്ന് മാറി വരുന്നവരെ നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ആ പൊടികളൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മല്ലിച്ചപ്പും പുതിനയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പം ഒരു 2 പിടി പുതിനയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പുതിന കട്ട് ചെയ്തെടുത്തിട്ടില്ല, ഇല മാത്രമായിട്ട് തണ്ട് കൂടാണ്ട് ഇല മാത്രമായിട്ട് എടുത്തിട്ട് അങ്ങനെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്കൊരു 2.5 കൈപ്പിടിയൊക്കെ മല്ലിച്ചപ്പ് ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്കിതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കണം. അപ്പം തൈര് ഞാനിവിടെ എടുത്ത ഈ ഒരു തൈര് പുളി കുറവുള്ളതാണ് കേട്ടോ. അതുകൊണ്ട് ഒരു 10 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ എടുക്കുന്ന തൈരിൻ്റെ പുളിക്കനുസരിച്ചിട്ട് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പം നല്ല കട്ട തൈരാണ്, പുളി കുറവാണ്, അതുകൊണ്ടാണ് ഇത്രയും ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ 10 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ പിന്നെ നമുക്ക് ഈ ഒരു മസാലൻ്റെ എരിവും പുളിയും ഉപ്പും ഒക്കെ നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്തിട്ട് പാകത്തിനാക്കുക. പിന്നെ നമുക്കിതിലേക്ക് കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ വാർത്തെടുത്തിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് 3 ചിക്കനാണ് കേട്ടോ. ഞാൻ അതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരു മസാലയും ചിക്കനും എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ആ ചിക്കനും മസാലയൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ 10 മിനിറ്റ് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്.
ഈ ഒരു സമയത്ത് ഉപ്പും ഒക്കെ ഒന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ നോക്കിയ സമയത്ത് പുളി കുറച്ച് കുറവുണ്ട്. ഇപ്പോൾ നമ്മൾ ചിക്കനൊക്കെ ചേർത്തപ്പോൾ കുറച്ച് കുറവാണ്. അപ്പം അതുകൊണ്ട് ഞാൻ കുറച്ച് ലെമൺ ജ്യൂസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അടച്ചു വെക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ നമ്മളത് കുക്ക് ചെയ്യണമൊന്നുമില്ല. സമയത്ത് ഇപ്പോൾ ചിക്കൻ ഒരു പകുതി കുക്കായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ലാസ്റ്റ് ദം ചെയ്തെടുക്കുന്ന സമയത്ത് ചിക്കന് ഫുള്ളായിട്ട് കുക്കാവും. ഇനിയിപ്പം നമുക്ക് ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള റൈസ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതാ അതിന് റൈസ് റെഡിയാക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ 2.5 കിലോ അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പം അതൊരു ഗ്ലാസ്സിന് അളന്ന് നോക്കിയപ്പം 11 ഗ്ലാസ് അരിയുണ്ട്. അപ്പോൾ അതേ ഗ്ലാസ്സിന് തന്നെ ഒരു ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്നുള്ളതിൽ ഒരു വലിയൊരു പാത്രത്തിൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പം അതിലേക്കൊരു 10 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം ഗ്ലാസ്സിന് തന്നെ അളന്നെടുക്കണം എന്നൊന്നുമില്ല കേട്ടോ. നമുക്ക് ആവശ്യമുള്ള അത്ര അരി എടുത്തിട്ട് അതൊരു പാത്രത്തിൽ ഒന്ന് നോക്കിയിട്ട് ഒരു പാത്രം അരിയാണെങ്കിൽ 1.5 പാത്രം വെള്ളം എന്നുള്ളതിൽ എടുത്താൽ മതി. പിന്നെ അതിലേക്ക് ഒരു നാരങ്ങ പിഴിഞ്ഞെടുത്തിട്ട് അതിൻ്റെ ഒരു ജ്യൂസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ ഉപ്പ് വെള്ളത്തിൽ കുറച്ച് മുന്നിട്ട് നിൽക്കണം. അപ്പോഴാണ് നമ്മുടെ റൈസ് കുക്കായി വരുമ്പം പാകത്തിനുള്ള ഉപ്പുണ്ടാവുക. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള സ്പൈസസും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 5-6 പീസ് പട്ട ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്കൊരു 15 ഏലക്കായ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 10 ഗ്രാമ്പും പിന്നെ ഒരു സ്റ്റാറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഈ വെള്ളം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. വെള്ളം ഇതേപോലെ നന്നായിട്ട് തിളച്ച് വന്നാൽ പിന്നെ നമുക്കിതിലേക്ക് അരി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ജീരകശാല റൈസാണ് എടുത്തിട്ടുള്ളത്. 1/2 മണിക്കൂർ നന്നായിട്ട് സോക്ക് ചെയ്തെടുത്തിട്ട് പിന്നെ വെള്ളമൊക്കെ വാർത്തെടുത്തിട്ടുള്ളതാണ്. അത് മുഴുവനായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ പിന്നെ നമുക്കിത് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നത് വരെ ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് നന്നായിട്ട് തിളച്ച് വന്നാൽ പിന്നെ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുക. അതിൻ്റെ ഇടയിൽ നമ്മളിങ്ങനെ ഇടയ്ക്ക് ഒരുപാടിട്ട് ഇളക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ അത് റൈസ് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇത്രയും സമയം ഹൈ ഫ്ലെയിമിലായിരുന്നു കേട്ടോ വെച്ചത്. ഇനിയിപ്പം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ ലോ ഫ്ലെയിമിലാക്കിയിട്ട് കുക്ക് ചെയ്തെടുക്കുകയാണ്. ഇപ്പോൾ നമുക്ക് കറക്റ്റ് കുക്കായി കിട്ടും. ഹൈ ഫ്ലെയിമിലാക്കിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വെള്ളം അങ്ങോട്ട് വറ്റിപ്പോവാവും, റൈസ് റെഡി ആവില്ല. അപ്പോൾ അതാ കുറച്ച് സമയമായിട്ടുണ്ട്, വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇപ്പോൾ അതാ നമ്മുടെ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് പിന്നെ നമുക്കിത് ദം ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ മസാലൻ്റെ മുകളിലായിട്ട് കുറച്ച് ചോറ് ചേർത്ത് കൊടുക്കുന്നുണ്ട്, കുറച്ച് ചോറിട്ട് കൊടുക്കുന്നുണ്ട്. ദം ചെയ്യുന്നതൊക്കെ എല്ലാവർക്കും അറിയുന്ന തന്നെ ആവില്ലേ. നമ്മുടെ ഇഷ്ടം പോലെ ഇനിയിപ്പം ചോറടിയിലായിട്ട് മസാല മുകളിൽ അങ്ങനെയൊക്കെ വേണമെങ്കിൽ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് സാധാരണ ദം ചെയ്തെടുക്കാറുള്ളത്. മസാല അടിയിലായിട്ട് പിന്നെ കുറച്ച് ചോറിട്ട് കൊടുക്കും. അതിൻ്റെ മുകളിൽ നമ്മൾ ആദ്യം വറുത്ത് വെച്ചിട്ടുള്ള കാഷ്യൂനട്ടും കിസ്മിസും സവാളയും ക്യാരറ്റും എല്ലാം കൂടെ ചേർത്തിട്ട് ഉള്ള ആ ഒരു മിക്സ് ഉണ്ടല്ലോ, അത് കുറച്ചിട്ട് കൊടുക്കും. പിന്നെ കുറച്ച് മല്ലിച്ചപ്പ്, പുതിനയും പിന്നെ കുറച്ച് നെയ്യും പിന്നെ നമ്മുടെ ഒരു ബിരിയാണി മസാലയിൽ നിന്ന് കുറച്ചെടുത്തിട്ട് അതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ടേബിൾ സ്പൂണ് നെയ്യൊന്നിങ്ങനെ ചെറുതായിട്ട് അതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ 2 പ്രാവശ്യമായിട്ട് ചോറും പിന്നെ ആ വറുത്ത് വെച്ചിട്ടുള്ള സവാള, ക്യാരറ്റ്, കാഷ്യൂനട്ട്, കിസ്മിസ് ഇതൊക്കെയും പിന്നെ മല്ലിച്ചപ്പ്, പുതിന ഒക്കെ ചേർത്തിട്ട് ദം ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കതൊരു 20 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് ദം ചെയ്തെടുക്കാം. അങ്ങനെ ഒരു 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മൾ ഫ്ലെയിമൊക്കെ ഓഫാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒരു 10 മിനിറ്റും കൂടെ കഴിഞ്ഞിട്ടാണ് ഓപ്പൺ ആക്കുന്നത്. അപ്പോൾ അതാ ഇനി പ്രത്യേകിച്ചൊന്നും ചെയ്യാനൊന്നുമില്ല. മുകളിൽ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് പിന്നെ നമ്മൾ റൈസ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ദം ചെയ്തെടുത്ത ഈ ഒരു പാത്രത്തിൽ ഫുള്ളായിട്ട് ഉള്ളതുകൊണ്ട് തന്നെ അതിൽ മിക്സ് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പം ഈസി ആയിട്ട് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നത്.
പിന്നെ നമ്മൾ ആദ്യം വറുത്ത് വെച്ചിട്ടുള്ള ആ ഒരു സവാളയും കാഷ്യൂനട്ടും കിസ്മിസും ഒക്കെ ഉണ്ടല്ലോ, അത് ഫുള്ളായിട്ട് ചേർത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ദം ചെയ്തെടുക്കുന്ന സമയത്ത് മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അത് നമ്മൾ പകുതിയാണ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്, ബാക്കിയുള്ളത് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അതിപ്പം ഈ ഒരു മിക്സിങ്ങിൻ്റെ സമയത്താണ് ചേർത്ത് കൊടുക്കുന്നത്. അങ്ങനെ ഇതാ നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്തിരുന്ന ഐറ്റംസൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഓരോന്നായിട്ട് സെർവ് ചെയ്താൽ മതി. പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല കേട്ടോ. നമ്മൾ വന്ന ഗസ്റ്റിനൊക്കെ ഫുഡ് കൊടുത്തിട്ട് പിന്നെ നമ്മളും ഫുഡൊക്കെ കഴിച്ച് പിന്നെ വേറെ അപ്പോൾ എങ്ങോട്ടും പോയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നമുക്ക് അന്ന് നൈറ്റിലാണ് ഈദ് പ്രോഗ്രാം ഉണ്ടായിരുന്നത്. അപ്പം അതിൻ്റെ വീഡിയോ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരാണെങ്കിൽ ഒന്ന് കണ്ടു നോക്കിക്കോ. അപ്പോൾ ആ ഒരു വീഡിയോ നമ്മൾ ഇതിൻ്റെ എൻ്റെ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്. കാണാത്തവരാണെങ്കിൽ ഒന്ന് കണ്ടു നോക്കിക്കോട്ടോ. പിന്നെ ഇതിന് മെഹന്തി നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത് ലീൻ മെഹന്തിയാണ് കേട്ടോ. അപ്പോൾ ഇത് വേണമെങ്കിൽ നിങ്ങൾക്കും ഓർഡർ ചെയ്യാം. ഈ കാണുന്ന വാട്സപ്പ് നമ്പറിലോ അല്ലെങ്കിൽ ഇൻസ്റ്റാ പേജ് ഉണ്ട്, അപ്പം ഇൻസ്റ്റയിൽ വേണേലും ഓർഡർ ചെയ്യാം. മെഹന്തിനെ കുറിച്ചിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒന്നുകിൽ ഈ ഒരു കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ലീൻ മെഹന്തി എന്ന് സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിലും കിട്ടും. അപ്പം അങ്ങനെയും കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ. 100% ഓർഗാനിക് ഹെന്നയാണ്. അപ്പം ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ട്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം. കൂടെ തന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ നമ്മുടെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. പിന്നെ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു.